മുസ്ലിം ലീഗ് എല്ലാ കാര്യത്തിലും മാതൃകയാണല്ലോ. വീടിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, സമുദായ സൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ, രാജ്യത്ത് ക്രമസമാധാന നില പാലിക്കുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ മുസ്ലിം ലീഗ് എന്തും മാതൃകയാണ്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഇതിലൊക്കെ മുസ്ലിം ലീഗ് മാതൃകയാണ്. അപ്പോൾ വയനാട് മുസ്ലിം ലീഗ് അല്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തു. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് CPM. ഒരു വീട് CPM ഉണ്ടാക്കി കൊടുത്തു. ഈ പവർ കട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു. ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് 100 സീറ്റ് വരും, അധികാരത്തിലെത്തുന്നൊക്കെ പറയുന്നു. എന്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? അല്ല, ഇപ്പോഴാണ് ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ 140 UDF ജയിക്കുമായിരുന്നു. കുറച്ച് താമസിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് നേരിടാറുള്ളത്. ഞങ്ങൾക്കറിയാം, ഖജനാവ് കാലിയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ക്രമസമാധാന നില തകരാറിലാണ്. പിന്നെ ഇതുപോലെ ഇപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നം, ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഭരണം ഏറ്റെടുക്കാൻ കഴിയുക എന്നുള്ള വിശ്വാസങ്ങൾക്കുണ്ട്. പക്ഷെ അതൊക്കെ ജനപിന്തുണയോടുകൂടി മറികടക്കാൻ കഴിയും. ജനങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് അവരെ സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ UDFന് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വയനാട് വീട് വെച്ച് കൊടുത്തതിൽ ലീഗിന് വലിയ പ്രശംസ കിട്ടി. ലീഗാണ് അതിന് മാതൃക കാണിച്ചതാണ്. അതായത് ഒരു സർക്കാർ വരുമ്പോൾ കോൺഗ്രസും ഒക്കെ പല തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗ് ആയിരിക്കും അതിലൊരു മാതൃക എല്ലാ കാര്യത്തിലും പോലും ഉണ്ടാവും. മുസ്ലിം ലീഗ് എല്ലാ കാര്യത്തിലും മാതൃകയാണല്ലോ. വീടിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, സമുദായ സൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ, രാജ്യത്ത് ക്രമസമാധാന നില പാലിക്കുന്ന കാര്യത്തിൽ, ഇതിലൊക്കെ മുസ്ലിം ലീഗ് എന്തും മാതൃകയാണ്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ഇതിലൊക്കെ മുസ്ലിം ലീഗ് മാതൃകയാണ്. അപ്പോൾ വയനാട് മുസ്ലിം ലീഗ് അല്ലാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്തു. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് CPM. ഒരു വീട് CPM ഉണ്ടാക്കി കൊടുത്തു. ഗവൺമെന്റ് കൊടുക്കുന്ന വീട് 4-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങളതാ. 4-ാം തീയതി കഴിഞ്ഞാൽ ആ വീട് മുസ്ലിം ലീഗ് അടക്കമുള്ള കേരള ഗവൺമെന്റിൻ്റെതാണ്. അപ്പം അത് നന്നാക്കി കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അവിടെ വിള്ളലുണ്ട്, ചോർച്ചയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ വിള്ളലും ചോർച്ചയും തമ്മിലുള്ള തർക്കം നടക്കുന്നുണ്ട്. ഏതായാലും ഒരു കടലാസ് കൊണ്ടുപോയി തുടച്ചിട്ടല്ല ചോർച്ച ഞങ്ങൾ തീർക്കാൻ പോകുന്നത്. നന്നായി അവിടുത്തെ ഇരകൾ, അവര് ആ ദുരന്തത്തിന് ഇരയായ മനുഷ്യർ, ആരുടെ പുനരധിവാസമാണ് ആഗ്രഹിച്ചതെങ്കിലും അത് ഞങ്ങൾ പൂർത്തിയാക്കി കൊടുക്കും. തീർച്ചയായും ആരാണ് ഉത്തരവാദി എന്ന് വെച്ചാൽ ആ ഉത്തരവാദികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. കോൺഗ്രസിന്റെ വീടുകളെ കുറിച്ച് അല്ല, കോൺഗ്രസ് ഞങ്ങൾ പോന്നിട്ടും ഗവൺമെന്റിന് പ്രതീക്ഷ അവിടെ നിന്നാണ്. ഞങ്ങളും ഗവൺമെന്റിനെ പ്രതീക്ഷിച്ച് നിന്നാണ്. അവർ സ്ഥലം തരുമെന്ന് പറഞ്ഞു, സുഖമായിട്ട് നടത്താമെന്ന് കരുതി 6-7 മാസം കാത്തു നിന്നു. ഒന്നും ഉണ്ടായില്ല. എപ്പോഴും കണ്ടില്ലേ, കാത്തു നിൽക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ പോന്നപ്പോൾ കോൺഗ്രസ് പോകുന്നില്ല. കോൺഗ്രസ് പിന്നെയും ഈ മുഖ്യമന്ത്രിയെ വിശ്വസിച്ചു. തെലങ്കാന മുഖ്യമന്ത്രി പൈസ കൊടുത്തു, കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസുകാർ പൈസ കൊടുത്തു, ഗവൺമെന്റുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് അവർക്കും കാര്യം മനസ്സിലായത്. ഇപ്പം അവർ വിട്ടുപോന്നു, സ്ഥലം വാങ്ങി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, തുടങ്ങാൻ പോകുന്നു. നല്ല കാര്യം.